Welcome back to the session on complex functions. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ കോംപ്ലക്സ് ഫംഗ്ഷൻസിൻ്റെ ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ സെഷനിൽ ഡിഫറൻഷ്യബിലിറ്റി ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻസ് അതോടൊപ്പം കോഷി റീമാൻ ഇക്വേഷൻസും ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആവാനുള്ള കണ്ടീഷനാണ്. റിയൽ ഫംഗ്ഷൻസിൽ ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്ത പോലെ ഏകദേശം അതിനോട് സിമിലർ ആയിട്ട് തന്നെയാണ് കോംപ്ലക്സ് ഫംഗ്ഷൻസിലും ഡിഫറൻഷ്യബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം ഒരു എഫ് ഓഫ് സെറ്റ് എന്ന കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എഫ് ഓഫ് സെറ്റ് ഈസ് സെറ്റ് ടു ബി ഡിഫറൻഷ്യബിൾ at a point z0 if this limit exists, limit delta z tends to 0 f of z plus delta z minus f of z all divided by delta z exists. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ we can say that the function f of z is differentiable at the point z0 എന്ന് പറയാം. ഇപ്പോൾ z0 എന്ന ഒരു പോയിന്റ് യൂസ് ചെയ്തതുകൊണ്ട് എഫ് ഓഫ് z0 പ്ലസ് ഡെൽറ്റ z മൈനസ് എഫ് ഓഫ് z0 എന്ന് എഴുതാം. ഈ കേസിൽ വി ഡിനോട്ട് ദി വാല്യൂ ഓഫ് ദി ഡെറിവേറ്റീവ് ബൈ എഫ് ഡാഷ് ഓഫ് z0 എന്നാണ്. അപ്പം എഫ് ഡാഷ് ഓഫ് z0 equal to limit delta z tends to 0 f of z0 plus delta z minus f of z0 divided by delta z എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നു. ഡെൽറ്റ z ഈക്വൽ ടു z മൈനസ് z0 ഡെൽറ്റ z ഈക്വൽ ടു z മൈനസ് z0. ഇതിൽ നിന്ന് z ഈക്വൽ ടു z0 പ്ലസ് ഡെൽറ്റ z എന്ന് യൂസ് ചെയ്യാം. z0 പ്ലസ് ഡെൽറ്റ z, അതായത് ഈ z0 പ്ലസ് ഡെൽറ്റ z എന്നതിന് z എന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ശ്രദ്ധിക്കുക, ഡെൽറ്റ z ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഡെൽറ്റ z എന്ന് പറഞ്ഞാൽ z മൈനസ് z0 ആണ്. അപ്പോൾ ഡെൽറ്റ z ടെൻസ് ടു 0 മീൻസ് z മൈനസ് z0 ടെൻസ് ടു 0. ദാറ്റ് മീൻസ് z ടെൻസ് ടു z0. അപ്പോൾ ഇതിനെ ഇങ്ങനെ എഴുതാം, ലിമിറ്റ് z tends to z0 f of z0 plus delta z is z minus f of z0 divided by delta z is z minus z0. അപ്പോൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ എഫ് ഡാഷ് അറ്റ് z0 ഈക്വൽ ടു ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് ഡിഫറൻഷ്യബിലിറ്റി ഓഫ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ ഫോർ ഓൾ സെഡ് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 2z. അപ്പോൾ നമുക്ക് തൊട്ട് മുന്നേ നമ്മൾ ഡെഫിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു, തൊട്ട് മുന്നേ ഡെഫിനേഷൻ എഴുതിയതൊന്ന് നോക്കാം. എഫ് ഡാഷ് ഓഫ് z0, ഇവിടെ നമ്മൾ ജനറൽ പോയിൻ്റായിട്ട് z എന്ന് എടുത്തു. അപ്പോൾ ഇതിലെല്ലാം z0ന് z എന്ന് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ ഡെഫിനേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് എഴുതിയ ഡെഫിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 f of z plus delta z എന്ന് എഴുതാം മൈനസ് എഫ് ഓഫ് z ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ z. z0ന് പകരം z എന്ന ജനറൽ പോയിന്റ് യൂസ് ചെയ്തു. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0. ഹിയർ എഫ് ഓഫ് z ഇസ് z സ്ക്വയർ. z സ്ക്വയർ എന്നാണ് എഫ് ഓഫ് zന് തന്നിട്ടുള്ളത്. അപ്പോൾ z ൻ്റെ സ്ഥാനത്ത് z പ്ലസ് ഡെൽറ്റ z എന്നാകുമ്പം
റൈറ്റിലും സെഡിന് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുന്നത് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ സ്ക്വയർ എന്ന് വരും. സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ സ്ക്വയർ മൈനസ് എഫ് ഓഫ് സെഡ് ഈസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0. സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സെഡ് സ്ക്വയർ പ്ലസ് 2z ഡെൽറ്റ സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് സ്ക്വയർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു മൈനസ് സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 സെഡ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ദാറ്റ് ഈസ് 0. ബാക്കി വരുന്ന ടേംസിൽ ഡെൽറ്റ സെഡ് കോമൺ ആണ്. അപ്പോൾ ഡെൽറ്റ സെഡ് ഇൻറ്റു 2z പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് എഴുതും ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ഡെൽറ്റ സെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ് ഈസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 ബാക്കി വരുന്ന ടേംസ് 2z പ്ലസ് ഡെൽറ്റ സെഡ്. അപ്പോൾ ഇതിൽ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2z എന്നാണ്. അപ്പം എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു 2z എന്ന വാല്യൂ കിട്ടുന്നു ഫോർ ദി ഫംഗ്ഷൻ സെഡ് സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ ഈ ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് ഏത് ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ ഡെഫിനിഷൻ വെച്ച് ചെയ്യാന്നുള്ളത് അത്ര ഈസി ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇനി വരാൻ പോകുന്ന കോഷി റീമാൻ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പല പ്രോബ്ലംസും ചെയ്യാറ്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ വിച്ച് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്നുള്ളതാണ് കാണിക്കുന്നത്. ദിസ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഡെഫിനിഷനിലെ റേഷ്യോ എഫ് ഡാഷ് ഓഫ് സെഡിൻ്റെ ഡെഫിനിഷനിലെ ആ ഫ്രാക്ഷൻ നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നു. എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ്. divided by delta z. That is equal to z naught എന്ന് യൂസ് ചെയ്യാം. This is z naught plus delta z conjugate എന്ന് വരും. കാരണം നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ബാർ എന്നാണ് സെഡിൻ്റെ കോഞ്ചുഗേറ്റ്. അപ്പോൾ സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡ് എന്ന് പറയുമ്പോൾ ആ സെഡ് നോട്ട് പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് വരും. മൈനസ് എഫ് ഓഫ് സെഡ് നോട്ട് ഈസ് സെഡ് നോട്ട് ബാർ. ഈ സെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് സെഡ് എന്നെടുത്ത് ജനറലായിട്ട് കാണിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇപ്പോൾ കോഞ്ചുഗേറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് കോഞ്ചുഗേറ്റ് ഓഫ് എ സം ഈക്വൽ ടു സം ഓഫ് ദെയർ കോഞ്ചുഗേറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് കോഞ്ചുഗേറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ട് എഴുതാം. സെഡ് നോട്ട് കോഞ്ചുഗേറ്റ് പ്ലസ് ഡെൽറ്റ സെഡ് കോഞ്ചുഗേറ്റ് മൈനസ് സെഡ് നോട്ട് കോഞ്ചുഗേറ്റ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. ദാറ്റ് ഇസ് ഈക്വൽ ടു സെഡ് നോട്ട് കോഞ്ചുഗേറ്റ് minus z naught conjugate, that will become 0. This is equal to delta z bar, delta z conjugate divided by delta z. Delta z conjugate divided by delta z എന്ന് കിട്ടുന്നു. Therefore, we can write the limit f dash of z naught equal to limit delta z tends to 0, delta z conjugate divided by delta z. ഇപ്പോൾ ഇവിടെ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണല്ലോ. അതുകൊണ്ട് ഡെൽറ്റ സെഡിനെ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ എന്ന് എഴുതാം. ഡെൽറ്റ സെഡ് മീൻസ് സ്മോൾ ഇൻക്രിമെൻറ്റ് ഇൻ സെഡ് എന്നുള്ളതാണ്.
ബൈ ഇൻക്രിമെൻറ്റ്സ് എക്സിലും വൈയിലും കറസ്പോണ്ടിംഗ്ലി കൊടുത്തിട്ട് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നായിട്ട് എഴുതാം. This is equal to this f dash of z not equal to limit delta z tends to 0 delta z conjugate. Delta z equal to delta x plus I delta y ആണെങ്കിൽ delta z conjugate എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈയുടെ കോഞ്ചുഗേറ്റ്, അതായത് ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ എന്ന് വരും. Therefore, this will become limit delta z tends to 0 delta x minus I delta y divided by delta x plus I delta y. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ രണ്ട് പാത്ത് ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് രണ്ട് വ്യത്യസ്ത ലിമിറ്റ്സ് ആണ്, രണ്ട് വ്യത്യസ്ത വാല്യൂസ് ആണ് ഈ ലിമിറ്റിന് കിട്ടുന്നത് എന്ന് കാണിക്കുന്നു. അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ബൈ ഡെഫിനിഷൻ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ഗിവൺ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാത്ത് എലോങ് എക്സ് ആക്സിസ്. കൺസിഡർ ദി path of approach delta z tends to 0 along x axis. എക്സ് ആക്സിസ് എന്ന് പറയുമ്പം എക്സ് ആക്സിസിൻ്റെ ഇക്വേഷൻ എഴുതാം y ഈക്വൽ ടു 0 എന്നാണ്. y ഈക്വൽ ടു 0 എന്നാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഡെൽറ്റ വൈ ഓൾസോ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഈ ലിമിറ്റിനെ, അതായത് എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ വൈ 0 ആയിട്ട് പോയി ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് കൊടുക്കാം. മുന്നേ പ്രോബ്ലംസിലൊക്കെ നമ്മൾ ചെയ്ത പോലെ ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആൻഡ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എലോങ് എക്സ് ആക്സിസ് എന്ന പാത്ത് ഓഫ് അപ്രോച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ആയിട്ട് പോവും, ബാക്കി മാത്രം എഴുതുന്നു. അപ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നർത്ഥം. അപ്പം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ, ഇത് 0 ആയിട്ട് പോയി, ഡിനോമിനേറ്ററിലും ഈ സെക്കൻഡ് ടേം 0 ആയിട്ട് പോയി. അപ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വരും, ദാറ്റ് ഈസ് 1. അപ്പോൾ ലിമിറ്റ് ഓഫ് 1 ദാറ്റ് മീൻസ് 1. ഇപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടി എലോങ് ദി എക്സ് ആക്സിസ്. നെക്സ്റ്റ് നമ്മൾ എലോങ് വൈ ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദി പാത്ത് ഓഫ് അപ്രോച്ച് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എലോങ് വൈ ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, സോ ദാറ്റ് ഡെൽറ്റ എക്സ് ഓൾസോ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ടിൻ്റെ ഡെഫിനേഷനകത്ത് ഇവിടെ എഴുതാം എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് 0 ആണ്. ഇപ്പോൾ ഡെൽറ്റ സെഡ് ടെൻസ് ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എക്സ് 0 ആയിട്ട് പോകുന്നു, ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ, അതിൽ ഡെൽറ്റ എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ, അതുപോലെ ഡിനോമിനേറ്ററിലും ഡെൽറ്റ എക്സ് 0 ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഐ ഡെൽറ്റ വൈ. That is equal to minus 1. I delta y നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -1 എന്ന് വരും. അപ്പം എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിൻ്റെ വാല്യൂ -1 എന്ന് കിട്ടി. തൊട്ട് മുന്നേ എഫ് ഡാഷ് ഓഫ് സെറ്റ് നോട്ടിൻ്റെ വാല്യൂ 1 എന്ന് കിട്ടിയിരുന്നു. അപ്പം രണ്ട് ഡിഫറെൻറ്റ് പാത്ത്സ്, ഒന്ന് ആദ്യം എടുത്തത് എലോങ് എക്സ് ആക്സിസ് ആണ് പാത്ത് ഓഫ് അപ്രോച്ച്, രണ്ടാമത്തെ കേസിൽ പാത്ത് ഓഫ് അപ്രോച്ച് എടുത്തത് എലോങ് വൈ ആക്സിസ് ആണ്. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പാത്ത്സ് കൺസിഡർ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്നു. അതുകൊണ്ട് അങ്ങനെ കിട്ടാൻ പാടില്ല, ലിമിറ്റിൻ്റെ വാല്യൂ യുണീക്ക് ആയിരിക്കണം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ. ഈ കേസിൽ രണ്ട് വ്യത്യസ്ത വാല്യൂസ് കിട്ടിയതുകൊണ്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ്, എന്തൊക്കെയാണ് കോഷി റീമാൻ ഇക്വേഷൻസ് എന്നും കോഷി റീമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട്
ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതായിട്ട് കോഷി റീമാൻ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോഷി റീമാൻ ഇക്വേഷൻസ്. അപ്പോൾ ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്നാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ നമ്മൾ എഴുതാറ്. ഈ കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഡോ വി ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പം ഈ നൊട്ടേഷൻ യൂസ് ചെയ്യാം. യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഈ രണ്ട് ഇക്വേഷൻസിനെയാണ് കോഷി റീമാൻ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് partial derivative of u with respect to y is equal to negative of partial derivative of v with respect to x. ux equal to vy and uy equal to minus vx. അപ്പോൾ ഈ കോഷി റീമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു തിയറാണ് നെക്സ്റ്റ് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ തിയറം ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. If f of z equal to u plus iv is defined and continuous in a neighborhood of a point z equal to x plus iv, in a neighborhood of z equal to x plus iy, and also f of z is differentiable at the point z. Then u and v satisfy Cauchy Riemann equations. Then u and v, that means the real part of f of z and the imaginary part of f of z satisfy the Cauchy Riemann equations. That is ux equal to vy and uy equal to minus v of x. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി യു എക്സ് ഈക്വൽ ടു വി വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്ന് എഴുതാം. അതാണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് എഫ് ഓഫ് സെഡ് ഈസ് ഡിഫറൻഷ്യബിൾ. അറ്റ് ദി പോയിന്റ് z. അപ്പം അങ്ങനെയാണെങ്കിൽ സി ആർ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് എഫ് ഓഫ് സെഡ് ഡിഫറൻഷ്യബിൾ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ദെൻ എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ്. ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യുമല്ലോ. ആൻഡ് എഫ് ഡാഷ് ഓഫ് സെഡ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ്. സെഡ് നോട്ടിൻ്റെ പകരം സെഡ് എന്ന് യൂസ് ചെയ്തു എന്ന് മാത്രം. ഡെഫിനിഷനിൽ നമ്മൾ സെഡ് നോട്ടായിരുന്നു എഴുതിയിരുന്നത്. ഇവിടെ സെഡ് നോട്ടെല്ലാം സെഡ് എന്ന് തന്നെ എടുത്തു. ഡിവൈഡഡ് ബൈ ഡെൽറ്റ സെഡ്. സോറി, ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0.
dash of z equal to limit delta z tends to 0 f of z plus delta z minus f of z all divided by delta z. That is equal to, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ z equal to x plus i y എന്നാണ്. ഡെൽറ്റ സെഡിനെ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് എഴുതാം. അപ്പം കറസ്പോണ്ടിങ്ങിലി z പ്ലസ് ഡെൽറ്റ സെഡ് ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ്ങിലി റൈറ്റ് സൈഡും തമ്മിൽ ആഡ് ചെയ്യാം. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരും. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ z പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ റിയൽ പാർട്ട് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, ഇമാജിനറി പാർട്ട് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് വരുന്നു. ഇനി എഫ് ഓഫ് സെഡിനെ യു പ്ലസ് ഐ വി, യു മീൻസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ, പ്ലസ് ഐ ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ അതും എക്സും വൈ ഉള്ളൊരു ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി എന്ന് സിമ്പിളായിട്ട് നമ്മൾ എഴുതും. ശരിക്കും എഴുതേണ്ടത് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നാണ്. അപ്പോൾ അതുപോലെ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിനെ നമുക്ക് യു ഓഫ് ഇവിടെ എക്സ് കോമ വൈ എന്ന് യൂസ് ചെയ്തു സെഡ് ആയപ്പോൾ. സെഡിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ് യുവിൻ്റെയും വിൻ്റെയും കൂടെ വന്നത്. അപ്പോൾ ഈ കേസിൽ സെഡ് പ്ലസ് ഡെൽറ്റ സെഡിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുമാണ് കോമൺ ഇട്ട് എഴുതേണ്ടത്. അപ്പോൾ യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് വരും. യു പ്ലസ് ഐ വി എന്ന് എഴുതുന്ന പോലെ തന്നെ എക്സ് വൈ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്നും രണ്ടെണ്ണത്തിലും അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ് ഈസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ ഇത്രയും എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എഴുതുന്നത്. മൈനസ് എഫ് ഓഫ് സെഡ് എന്നുകൂടെ ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ all divided by delta x is delta x plus I delta y. ഈ രൂപത്തിൽ എഴുതുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുള്ളത് എഫ് ഡാഷ് ഓഫ് സെഡ് എന്നാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ തൊട്ട് മുന്നേ എഴുതിയ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. അതിൽ നമ്മൾ ചെയ്യുന്നത് യു ടേംസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് വൈ അത് ഒരുമിച്ച് എഴുതുന്നു. ഐ വരുന്ന ടേംസ് കമ്പൈൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു അതുപോലെ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് വൈ all divided by delta x plus I delta y. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെറ്റിനെ ഈ വിധത്തിൽ എഴുതാം. ഇവിടെ ലിമിറ്റ് സെറ്റ് ടെൻസ് ടു 0 എന്നോട് എഴുതാനുണ്ട്. ലിമിറ്റ് ഡെൽറ്റ സെറ്റ് ടെൻസ് ടു 0. ദിസ് ഈസ് എഫ് ഡാഷ് ഓഫ് സെറ്റ്. ഇനി നമ്മൾ രണ്ട് ഡിഫറെൻറ്റ് പാത്സ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ടു പാത്സ്. ഫസ്റ്റ് വൺ ഈസ്
consider the path of approach delta z tends to 0 along the x-axis. Consider the path of approach delta z tends to 0 along the x-axis. അപ്പം x-axis എന്ന് പറയുമ്പോൾ y equal to 0 എന്നാണ് ഇക്വേഷൻ. സോ ദാറ്റ് ഡെൽറ്റ y equal to 0. അപ്പം ഈ എക്സ്പ്രഷനിൽ ഡെൽറ്റ y ഉള്ളിടത്തെല്ലാം 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡെൽറ്റ z ടെൻസ് ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് പിന്നെ എഴുതേണ്ടത് ഡെൽറ്റ x ടെൻസ് ടു 0 എന്നായിരിക്കും. അപ്പം ദി ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് z ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ x ടെൻസ് ടു 0 u of x plus delta x comma y. ഇതിൽ ഡെൽറ്റ y 0 ആണ്. ഇവിടെ കോമ ഇട്ടിട്ട് പിന്നെ y മാത്രമേ എഴുതാനുണ്ടാവുള്ളൂ. മൈനസ് യു ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് പറയുമ്പോൾ ഡെൽറ്റ വൈ 0 ആണ്, ഡെൽറ്റ എക്സ് എന്ന് കൊടുക്കും. പ്ലസ് ഐ ഇൻറ്റു അതുപോലെ ഐ വരുന്ന ടേംസിലും ആ വിധത്തിൽ തന്നെ എഴുതുന്നു. വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. അപ്പോൾ ഇത്രയും ഈ രണ്ട് ടേംസിനും ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് അപ്ലൈ ചെയ്യുന്നു. ദിസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു 2 വേരിയബിൾ ഫംഗ്ഷൻ്റെ ലിമിറ്റിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനേഷനായിട്ട് മാറി. എക്സിലെ ഇൻക്രിമെൻറ്റ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. ആ ഇൻക്രിമെൻറ്റ് ടെൻസ് ടു 0 എന്ന് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഐ വരുന്ന ടേമിലും ഇവിടുത്തെ ഫംഗ്ഷൻ യു ആണ്, ഇതിലാണെങ്കിൽ ഫംഗ്ഷൻ വി ആണ്. അപ്പം ഈ ഫസ്റ്റ് എക്സ്പ്രഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് കിട്ടുന്നു. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം. പ്ലസ് ഐ ഇൻറ്റു സെക്കൻഡ് ടേമിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഡോ വി ബൈ ഡോ എക്സ് എന്നാവും. ബിയുടെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനായിട്ട് മാറി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് എന്ന് കിട്ടുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ പാത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് ദി വൈ ആക്സിസ് എന്നാണ് എടുക്കുന്നത്. കൺസിഡർ ദി പാത്ത് ഓഫ് അപ്രോച്ച് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 അലോങ് വൈ ആക്സിസ്. വൈ ആക്സിസ് എന്ന് പറയുമ്പം ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0, സോ ദാറ്റ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. Therefore, we can write f dash of z. അപ്പോൾ തൊട്ട് മുന്നത്തിൽ എഴുതിയ പോലെ ലിമിറ്റ് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 എന്ന് വരും. യു ഓഫ് എക്സ് ഡെൽറ്റ എക്സ് ആണ് 0 കൊടുക്കേണ്ടത്. അപ്പോൾ യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നാണ്. അപ്പോൾ അതിൽ ഡെൽറ്റ എക്സിന് 0 കൊടുത്താൽ ഐ ഡെൽറ്റ വൈ എന്ന് മാത്രമാകും. പ്ലസ് ഐ ഇൻറ്റു അതുപോലെ ഈ ടേമിനെ എഴുതുന്നു. വി ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. ഡെൽറ്റ എക്സിന് 0 കൊടുത്തു. അപ്പോൾ വി ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് വൈ ഓൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഇതേപോലെ തന്നെ ഐ ഡെൽറ്റ വൈ എന്ന് വരും. ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0. പിന്നെ ഈ രണ്ട് ടേംസിനും സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റത്തെ എക്സ്പ്രഷൻ ഇവിടെ നോക്കുക, വൈയിലാണ് ഇൻക്രിമെൻ്റ് ഉള്ളത്, ഡെൽറ്റ വൈ എന്ന ഇൻക്രിമെൻറ്റ്. ആ ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആണ് എന്ന് പറയുമ്പം ഈ ദിസ് ഈസ് ദി ഡെഫിനേഷൻ ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ എന്ന് എഴുതാം. 1/i is a constant, അതങ്ങനെ തന്നെ എഴുതുക, ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഇതിലാണെങ്കിൽ ഐ ബൈ ഐ ക്യാൻസൽ ചെയ്ത് 1 എന്നാകും.
ഇതും വൈയിലെ ഇൻക്രിമെൻറ്റ് ആ ഇൻക്രിമെൻറ്റിന് ഡെൽറ്റ വൈ എന്ന ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി ആണ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ നമുക്ക് ഡോ വി ബൈ ഡോ വൈ എന്ന് എഴുതാം. അപ്പം എഫ് ഡാഷ് ഓഫ് സെറ്റിന് മറ്റൊരു എക്സ്പ്രഷൻ കിട്ടുന്നു. അപ്പോൾ ഇതിനെ ഒന്നുകൂടി മാറ്റി എഴുതുകയാണെങ്കിൽ ഈ ഫസ്റ്റ് ടേമിൽ 1/i എന്നുണ്ടല്ലോ. അപ്പോൾ 1/i ഒഴിവാക്കാൻ വേണ്ടി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഈ ഫസ്റ്റ് ടേമിനെ മാത്രം. അപ്പോൾ ന്യൂമറേറ്ററിൽ ഐ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഐ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ ഇസ് -1. അപ്പം ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -i ഡോ യു ബൈ ഡോ വൈ എന്നാകും. പ്ലസ് ഈ ടേമിനൊന്നും ചെയ്തിട്ടില്ല, അത് ഡോ വി ബൈ ഡോ വൈ എന്ന് തന്നെ എഴുതി വെച്ചു. അപ്പോൾ ഇങ്ങനെ എഫ് ഡാഷ് ഓഫ് സെറ്റിന് ഒരു സെക്കൻഡ് എക്സ്പ്രഷൻ കിട്ടുന്നു. ആദ്യം നമുക്ക് എഫ് ഡാഷ് ഓഫ് സെറ്റിന് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് എന്ന് കിട്ടി. സെക്കൻഡ് പാത്തിലൂടെ കൺസിഡർ ചെയ്തപ്പോൾ എഫ് ഡാഷ് ഓഫ് സെറ്റിന് -i ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ വൈ എന്ന് കിട്ടി. അപ്പം നമ്മുടെ അസംഷൻ എഫ് ഡാഷ് ഓഫ് സെറ്റ് എക്സിസ്റ്റ് എന്നായിരുന്നു. എഫ് ഡാഷ് ഓഫ് സെറ്റ് എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ വാട്ട് എവർ മേ ബി ദി പാത്ത് ഓഫ് അപ്രോച്ച് ദി വാല്യൂ ഷുഡ് ബി യുണീക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ രണ്ട് വാല്യൂവും ഒന്ന് തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് നമുക്കത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം എഴുതേണ്ടത് സിൻസ് എഫ് ഓഫ് സെറ്റ് എക്സിസ്റ്റ് the value of f dash of z should be unique. Therefore, we can equate the two expressions for f of z. ഈ ഫസ്റ്റ് എന്നും ഇതിനെ 2 എന്നും നമ്പർ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് എക്സ്പ്രഷൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ആദ്യത്തേൽ യു എക്സ് പ്ലസ് ഐ വി എക്സ് എന്നാണ്. യു എക്സ് പ്ലസ് ഐ വി എക്സ്, അതായത് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ വി എക്സ് ഡോ വി ബൈ ഡോ എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു രണ്ടാമത്തെ എക്സ്പ്രഷൻ -i ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ വൈ എന്നാണ്. വി വൈ മൈനസ് ഐ യു വൈ, വി വൈ മൈനസ് ഐ യു വൈ. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ്ങിൽ റിയൽ പാർട്സ് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് റിയൽ പാർട്സ് ആൻഡ് ഇമാജിനറി പാർട്സ് വി വിൽ ഗെറ്റ് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഇതിൽ ഐ വരാത്ത ടേം എന്ന് പറയുമ്പം ഡോ വി ബൈ ഡോ വൈ ആണ്. ആൻഡ് ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഇപ്പുറത്താണെങ്കിൽ മൈനസ് ഉണ്ട്, അതുകൊണ്ട് മൈനസ് ഡോ യു ബൈ ഡോ വൈ എന്ന് എഴുതും. ഓർ യു എക്സ് ഈക്വൽ ടു വി വൈ. ആൻഡ് ഇവിടെ നമുക്ക് നെഗറ്റീവ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ഡോ വി ബൈ ഡോ എക്സിൻ്റെ കൂടെ എഴുതാം. അപ്പോൾ റൈറ്റ് സൈഡിൽ പ്ലസ് ആയിട്ട് മാറും, ഡോ യു ബൈ ഡോ വൈ എന്നാകും. ദാറ്റ് ഈസ് യു വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്, അതായത് മൈനസ് വി എക്സ് എന്ന് എഴുതും. ദാറ്റ് ഈസ് യു ആൻഡ് വി സാറ്റിസ്ഫൈ ദി കോഷി റീമാൻ ഇക്വേഷൻസ്. അപ്പം എഫ് ഓഫ് സെറ്റ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ദി റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്സ് സാറ്റിസ്ഫൈ ദി കോഷി റീമാൻ ഇക്വേഷൻസ്. അതിൻ്റെ പ്രൂഫാണ് ഇത്രയുമുള്ളത്. ഓക്കെ, അപ്പം ഈ തിയറം പ്രൂവ് ചെയ്ത സമയത്ത് നമുക്ക് എഫ് ഡാഷ് ഓഫ് സെറ്റിന് രണ്ട് എക്സ്പ്രഷൻസ് കിട്ടിയിരുന്നു. എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്, അതുപോലെ എഫ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു വി വൈ മൈനസ് ഐ യു വൈ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് എന്ന് പറയുമ്പം ഇപ്പോൾ ചെയ്ത ആ തിയറത്തെ നെസസറി കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ടു ബി അനാലിറ്റിക് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദി നെസസറി കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ടു ബി അനാലിറ്റിക് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ട് അത്രയും പ്രൂവ് ചെയ്യുക. ഇനി അതിൻ്റെ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ദി സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ടു
the sufficient condition for a function f of z to be analytic എന്ന് പറയുന്നതിൽ ഇപ്പോൾ നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തല്ലോ. അപ്പം സഫിഷ്യൻറ്റ് കണ്ടീഷനകത്ത് ഇഫ് യു എക്സ് യു വൈ വി എക്സ് ആൻഡ് വി വൈ ആർ കണ്ടിന്യൂസ്, ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ്റെ കേസിൽ യു എക്സ് യു വൈ വി എക്സ് ആൻഡ് വി വൈ എന്ന് പറയുമ്പം യു എക്സ് യു വൈ എന്ന് പറയുമ്പം റിയൽ പാർട്ടിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, അതുപോലെ വി എക്സ് വി വൈ എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അത് നാലും കണ്ടിന്യൂസ് ആവുക, കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആവുക. അതോടൊപ്പം കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുക. യു എക്സ് ഈക്വൽ ടു യു വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് സെറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. അപ്പോൾ ഇത് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ടു ബി അനാലിറ്റിക് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നതാണ്. ഫോർ ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ഇഫ് യു എക്സ് യു വൈ വി എക്സ് ആൻഡ് വി വൈ ആർ continuous partial derivatives and they satisfy the Cauchy-Riemann equations, then f of z is differentiable. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്യുന്നില്ല. ഈ റിസൾട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പം ഡിഫറൻഷ്യബിലിറ്റി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവിടെ നമ്മൾ z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ വാല്യൂ 2z ആണ് എന്നുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാണ്. ചെക്ക് വെദർ the Cauchy-Riemann equations holds for the function z equal to f of z equal to z square. അപ്പം എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ കേസിൽ കോഷി റീമാൻ ഇക്വേഷൻസ് ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എഫ് ഓഫ് സെറ്റ് ഈക്വൽ ടു സെറ്റ് സ്ക്വയർ ഇംപ്ലൈസ് യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. സെഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുത്തു, എഫ് ഓഫ് സെഡിന് യു പ്ലസ് ഐ വി എന്ന് യൂസ് ചെയ്തു. ദിസ് ഇംപ്ലൈസ് യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് ഐ ടു എക്സ് വൈ പ്ലസ് ഐ വൈ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് യു പ്ലസ് ഐ വി ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ സ്ക്വയർ വൈ സ്ക്വയർ എന്നാണ് ബ്രാക്കറ്റ് ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുക. ഐ സ്ക്വയർ ഈസ് -1. അപ്പോൾ ഈ ടേം മൈനസ് വൈ സ്ക്വയർ എന്നാകും. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ വരുന്ന ടേം ഐ ഇൻറ്റു 2xy. അപ്പോൾ ഇതിൽ നമുക്ക് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. വി ഈക്വൽ ടു 2xy എന്ന് എഴുതാം. അപ്പം z സ്ക്വയർ എന്ന ഫംഗ്ഷൻ്റെ കേസിൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ സെപ്പറേറ്റ് എഴുതുന്നു. നൗ വി ഹാവ് ടു ചെക്ക് യു എക്സ് ഈക്വൽ ടു യു വൈ ആൻഡ് യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു എക്സ് ഈക്വൽ ടു യു വൈ അല്ല, യു എക്സ് ഈക്വൽ ടു വി വൈ ആണ് ഇവിടെ ഒരു കറക്ഷൻ. യു എക്സ് ഈക്വൽ ടു വി വൈ. അപ്പം യു എക്സ് കണ്ടുപിടിക്കണം, അതുപോലെ യു വൈ കണ്ടുപിടിക്കണം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതാണ് വി എക്സ് എന്ന് പറയുന്നത്. അതുപോലെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ആദ്യം യു എക്സ് എന്താണെന്ന് നോക്കാം. യു എക്സ് യു ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ യു എക്സ് ഈക്വൽ ടു 2x എന്ന് വരും. യു വൈ ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2y എന്ന് വരും. നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -2y എന്നാകും.
ഇനി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. 2xy എന്നാണ് ഫംഗ്ഷൻ. അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 2 × y എന്ന് വരും. അതുപോലെ വി വൈ ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ, ദാറ്റ് ഈസ് 2x. അപ്പോൾ ഇതിൽ യു എക്സ് ഈക്വൽ ടു 2x ആണ്. അതുതന്നെയാണ് വി വൈക്കും കിട്ടിയത്. യു എക്സ് ഈക്വൽ ടു വി വൈ എന്നത് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നോക്കുക, വി എക്സും യു വൈയും കമ്പയർ ചെയ്യുമ്പോൾ ഒന്നൊന്നിൻ്റെ നെഗറ്റീവ് ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ കോഷി റീമാൻ ഇക്വേഷൻ. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. യു വൈ എന്ന് പറയുന്നത് ഇതിൻ്റെ വി എക്സിൻ്റെ നെഗറ്റീവാണ്. യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. അപ്പോൾ അത് രണ്ടും സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതുകൊണ്ട് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് എഴുതാം. ദിസ് സിംപ്ലൈസ് CR equations are satisfied. ഇനി ഈ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസും ആണെങ്കിൽ നമുക്ക് z² ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പം z² കേസിൽ കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി z² ഡിഫറൻഷ്യബിൾ ആണ് എന്ന് കാണിക്കാനായിരുന്നു പ്രോബ്ലം എങ്കിൽ വി ഹാവ് ടു ചെക്ക് ഓൾ ദി 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ കണ്ടിന്യൂസ് ഓർ നോട്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയാൻ പറ്റും. കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, യു എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x എന്ന് പറയുമ്പം അതൊരു ആൾജിബ്രൈക് ഫംഗ്ഷൻ ആണ്, എ പോളിനോമിയൽ ഫംഗ്ഷൻ ഇൻ ദി വേരിയബിൾ എക്സ്. എക്സ് ഒരു റിയൽ വേരിയബിൾ ആണ്. അതുപോലെ യു വൈ വൈയിലുള്ള ഒരു പോളിനോമിയലാണ്, ഡിഗ്രി 1 ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ്. വി എക്സും വി വൈയും. അപ്പോൾ ഈ 4ഉം പോളിനോമിയൽസ് ആണ്. അപ്പോൾ റിയൽ ഫംഗ്ഷൻസിൻ്റെ കേസിൽ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അത് റിയൽ ഫംഗ്ഷൻസിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ദി given function f of z equal to z² is differentiable. കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അതോടൊപ്പം 4 പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ് എന്നും വരുന്നു. ദാറ്റ് മീൻസ് ദി given function is differentiable. z² is differentiable for all values of z. അപ്പോൾ ഇങ്ങനെ കോഷി റീമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫറൻഷ്യബിലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഇതുപോലെ ഈ ഒരു പ്രോബ്ലം ചെയ്തു നോക്കുക. കൺസിഡർ ദി ഫംഗ്ഷൻ f of z equal to e raised to z. e raised to z-ൻ്റെ കേസിൽ അത് കോഷി റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആണോ, കോഷി റീമാൻ ഇക്വേഷൻസ് വെച്ചിട്ട് ഡിഫറൻഷ്യബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചെക്ക് വെദർ the Cauchy Riemann equations are satisfied for the function f of z equal to e raised to z. Also check whether the function is differentiable or not. Okay, ഇത്രയും ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡിഫറൻഷ്യബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, ബേസിക് ഡെഫിനിഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തു. പിന്നെ നമ്മൾ കോഷി റീമാൻ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, കോഷി റീമാൻ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഡിഫറൻഷ്യബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ദി ക്ലാസ്. ഹാവ് എ നൈസ് ഡേ.